സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹകരമായ 3 നോയമ്പ് കഴിഞ്ഞ് വിജയകരമായ 50 നോയമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ആ ഇടവേളയിൽ നമ്മൾ വാങ്ങിപ്പോയ പുരോഹിതരെ ഓർത്തു. ഈ വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഓർത്ത് അവരുടെ കല്ലറകളിൽ പോയി സമരവീര്യം ഉൾക്കൊണ്ട് നന്മയാ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഈ അടുത്ത ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗങ്ങൾ നമ്മൾ ഇന്നേ വായിച്ചു തുടങ്ങുകയാണ്. സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയ്ക്കുമായി വായിക്കേണ്ട വേദഭാഗങ്ങൾ സന്ധ്യയ്ക്ക് വായിക്കേണ്ടതെന്ന് വായിച്ച് കേൾക്കാൻ പോവുകയാണ്. അവയെല്ലാം തന്നെ നമ്മുടെ രക്ഷാപൂർത്തിക്കായി സഭ ഒന്നിച്ച് എങ്ങനെയാണ് കൊടുത്തും വാങ്ങിച്ചും വളരുന്നതെന്നുള്ളതായി നമ്മൾ പഠിക്കുകയാണ്. തലയായ കർത്താവിനോട് ചേരേണ്ട ഉടലായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നതിൽ പലതും പലർക്ക് കൊടുക്കാനുണ്ട്, പലതും വാങ്ങാനുണ്ട്. ആ കൊടുക്കൽ വാങ്ങൽ പൂർത്തിയായിട്ടാലേ രക്ഷ പൂർത്തിയാകുമെന്നുള്ള ആരും ഓർപ്പിക്കണം. നമ്മുടെ ശരീരം അവയവങ്ങൾ പരസ്പരം കൊടുത്തും വാങ്ങിച്ചുമാണ് ജീവിക്കുന്നത്. കൈകാലുകൾ ചെയ്യുന്ന വേലകൾ ശരീരത്തിന് മുഴുവൻ പ്രയോജനമാകുന്നു. 2 കാലുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങിക്കൊണ്ട് നമ്മളെ കൊണ്ടു നടക്കുന്നു. നമ്മുടെ കൈകൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നമ്മൾ ആസ്വദിക്കുന്നു. പാത്രത്തിലിരിക്കുന്ന ആഹാരം കൈയെടുത്ത് വായിൽ വെച്ച് തരുന്നു, നമ്മൾ ചവച്ചരിച്ച് ആസ്വദിക്കുന്നു. അങ്ങനെ കൈകാലുകളും ആന്തരിക അവയവങ്ങളും എല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ജീവൻ നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. സഭയാകുന്ന ശരീരത്തിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ സഭയാകുന്ന ശരീരത്തിൻ്റെ ഏത് അവയവമാണ്? നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? മറ്റുള്ളവർ നമ്മൾ വാങ്ങേണ്ടത് എന്താണ്? അങ്ങനെ ഓരോ ദിവസവും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഭയ്ക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം, വാങ്ങേണ്ടത് വാങ്ങണം, പോകേണ്ടത് പോകണം, വരേണ്ടത് വരണം. ഇതെല്ലാം ഉചിതമായി ചന്തമായി നടന്നാലേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. എന്നാൽ സഭയാകുന്ന ശരീരത്തിന് സ്വസ്ഥതയില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഈ ഉൾക്കാഴ്ചയില്ലാതെ നമ്മൾ പലതും പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുന്നു, മറ്റുള്ളവരുടെ അസ്വസ്ഥത നമുക്ക് അസ്വസ്ഥത വരുത്തുന്നു. അസമാധാനങ്ങളുടെ മധ്യത്തിൽ കൃത്യവിലോപങ്ങൾ വരുന്നു, മുറിവുകളും കഥകളുമായി മാറുന്നു. ഇങ്ങനെ നമ്മൾ അസ്വസ്ഥതയിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന അവസ്ഥയിൽ നമുക്കറിയാം. ഇന്ന് ഈ ലോകത്തിൽ എന്തുമാത്രം ആശുപത്രികളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും പലതരം ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് രോഗികളായിട്ട് കിടക്കുന്നു. ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും കുറവില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ ഉണ്ടെങ്കിലും ഒരു വശത്ത് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നു, മറ്റൊരു വശത്ത് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അസ്വസ്ഥതകളുടെയും രോഗങ്ങളുടെയും കെടുതികളുടെയും മധ്യത്തിൽ, മുറിവുകളുടെയും ചതകളുടെയും മധ്യത്തിൽ ജീവിതം തുടരുകയാണ്. ഇവിടെയെല്ലാം കർത്താവ് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാനും രക്ഷിക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ ഉൾക്കാഴ്ചയോടുകൂടെ ഈ വർഷത്തെ നമ്മുടെ 50 നോമ്പിൽ ഇതുവരെ നമ്മൾ പരാജയപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് വിജയം കൈവരിക്കുന്നത് പഠിക്കാൻ പോവുകയാണ്. പരാജയങ്ങളെ വിജയത്തിന് ചവിട്ടുപടിയാക്കി കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം പാടിയ പൗലോസിനോടൊപ്പം നമ്മൾ ജയിക്കാൻ പോവുകയാണെന്നുള്ള ആ പ്രത്യാശയോടെ ജീവിതയാത്ര തുടരുകയാണ്. തോറ്റിട്ട് ജയിച്ച പൗലോസിന് തോറ്റവരോട് വളരെയധികം സഹതാപമുണ്ട്. കർത്താവ് തോൽപ്പിച്ചവരെ ജയിപ്പിക്കാൻ തക്കവണ്ണം കരുണയുള്ളവനും കൂടി ആയതുകൊണ്ട് കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുകയാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ മരണാനന്തര ജീവിതത്തിൻ്റെ ഒരു തിരിശീലം നീക്കി നമ്മളെ കാണിക്കുന്നു. മരണാനന്തരം ആത്മലോകത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ മരിച്ച് അടക്കപ്പെട്ടാലും ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാത്മാവും ഒരു ദേഹിയും നമുക്കുണ്ട്. നമ്മുടെ ജീവിതം ഇല്ലാതാകുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ധനവാന്റെയും ലാസറിന്റെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന ചില ഉൾക്കാഴ്ചകളുമുണ്ട്. വളരെയധികം പരിമിതികളുള്ളതായ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഗ്രഹിക്കാൻ കഴിവില്ല. ഒരു ആത്മീയ അന്ധകാരം ഇവിടെയുണ്ട്, തിന്മയുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മരവിപ്പിക്കുന്ന അനേക സാഹചര്യങ്ങളിലൂടെ ഉള്ളതുകൊണ്ട് വേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാനോ കഴിയാത്തതായ ഒരു ദുസ്ഥിതി ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഗ്രഹിക്കേണ്ട പല കാര്യങ്ങളും ഗ്രഹിക്കാതെയാണ് പോകുന്നതെന്ന് ധനവാന്റെയും ലാസറിന്റെയും നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ ഉൾക്കാഴ്ചകൾ അവർക്ക് ലഭിക്കുന്നു. ധനവാൻ വെള്ളം കിട്ടാത്തിരുന്ന് നിൽക്കുന്നു. ലാസർ അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ മടിയെ സന്തോഷിക്കുന്നു.
അവരും തമ്മിലൊരു പിളർപ്പുണ്ടായി. ആ പിളർപ്പിൻ്റെ അക്കരയും ഇക്കരയുമായി നിന്നുകൊണ്ട് അവർ സമ്പാദിക്കുന്നതായി നമ്മൾ കാണുന്നു. ഇതെന്തിനാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്? മരിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഉൾക്കാഴ്ച ഇവിടെ വെച്ച് തന്നെ ഉണ്ടാകി വെള്ളം കിട്ടുന്നത് എത്തിച്ചേരുവാൻ നമ്മൾ കൃപായുഗത്തെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാര്യം പഠിക്കുവാനാണ് ധനവാന്റെ ലാസന്റെ ഉപമ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 19 മുതൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വർഷവും നമ്മൾ അടുത്ത ഞായറാഴ്ച വാങ്ങിപ്പോയുടെ കല്ലറയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ സങ്കടം കേൾക്കുകയും ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായി ഈ ആരാധനയിൽ അവരുടെ സങ്കടം കേൾക്കുവാൻ മോശയുടെയും പ്രവാചകന്മാരുടെയും ശബ്ദം കേൾക്കുവാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. മോശയുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ശബ്ദം കേട്ട് കൃപായുഗത്തിൽ കൃപ ആസ്വദിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് ജന്മസാഫല്യം അടഞ്ഞാലേ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലെ അവിടുത്തെ ട്രെയിനിങ് കൂടെ കഴിഞ്ഞ കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ എത്താനൊക്കെ ഉള്ളൂ. അപ്പോൾ കല്യാണ മണ്ഡപത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ വളരേണ്ടതും പോകേണ്ടതും ചെയ്യേണ്ടതും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന കാര്യം ഇപ്പോഴേ പഠിച്ചാൽ നല്ലത്. അതിന് സങ്കേത പട്ടണം, ഈ സങ്കേത ഭവനം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇപ്പോൾ മോശയുടെയും പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുടെ സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്ക് ഉള്ളാവുന്നതിന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുമായി ജന്മസാഫല്യം അടയാൻ സാധിക്കുന്നുള്ള കാര്യം തിരുവചനം നമ്മളെ സാക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്ന വേദഭാഗത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന് 31 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളിൽ ന്യായവിധിയുടെ അന്ന് മാത്രം തിരിച്ചറിയാൻ കഴിവുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ന്യായവിധിക്ക് എടുക്കാൻ വെച്ചിരിക്കുന്ന കേസുകൾ നമുക്ക് വേണമെങ്കിൽ ഈ കൃപായുഗത്തിൽ നേരത്തെ നമ്മൾ തന്നെ എടുത്താൽ പിന്നെ കേസില്ലെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തകളും കൃത്യവിലോപങ്ങളും അന്നന്ന് കുറിച്ചിട്ട് അത് സ്വർഗത്തിലെ കോടതിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കൃപായുഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെയും നമ്മുടെ കഴിഞ്ഞ തലമുറയുടെയും പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി അതിന് പരിഹാരം വരുത്തുവാൻ നോമ്പിനെയും ഉപവാസത്തെയും പ്രാർത്ഥനയും പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള കല്യാണ മണ്ഡപത്തിലേക്കുള്ള ഒരുക്കത്തിന് വളരാനും രക്ഷാപൂർത്തി പ്രാപിക്കാനും സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്ന ഉപമയിലൂടെ ആ സംഭവങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ നമ്മുടെ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്ന കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കും. എന്നാൽ കർത്താവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കണ്ണിലൂടെ കാര്യങ്ങളെ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഗ്രഹിച്ച് കേസുകൾ ഇല്ലാതാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. രോഗികളെ, ക്ഷീണിതരെ, ദരിദ്രരെ നമ്മൾ കാണുന്നത് പോലെ അല്ല ആത്മലോകത്തിലേക്ക് വരുമ്പം കാണുന്നത്. ധനവാനായ മനുഷ്യൻ്റെ വാതിൽക്കൽ കിടന്ന ആ ദരിദ്രനെ ധനവാൻ കണ്ടതുപോലെയല്ല മരിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത്. അയ്യോ, അവനൊരു പരിശുദ്ധനായിരുന്നല്ലോ, അവനൊരു സുവിശേഷകനായിരുന്നല്ലോ, അവൻ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ മടിപ്പാൻ ഒത്തല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ, ഞാനത്ര ഭോഷനായിപ്പോയി, എന്നെപ്പോലെ ഭോഷരാണല്ലോ എൻ്റെ സഹോദരങ്ങളും, അവരിപ്പോൾ തന്നെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് തിടുക്കം കൂട്ടുക അവരെ സത്യം ഗ്രഹിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മൾ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ അവരുടെ അസ്ഥികൾ അവിടെ കിടപ്പുണ്ട്. അവരുടെ പ്രാണനും അവിടെ ആത്മാവും കൂടെ ആത്മലോകത്തിൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഇന്ന കാര്യം മനസ്സിലായില്ല. സഹോദരി സ്വരങ്ങൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. വെള്ളം കിട്ടുന്നത് അവരെ എത്തിക്കണം, എന്താ മാർഗം എന്ന് ഞാൻ വ്യാകുലപ്പെടുകയാണ്. ആ വ്യാകുലം തീർക്കാൻ നമ്മുടെ ഈ ധ്യാനവും സങ്കേതമണ്ഡലവും സങ്കേത പട്ടണവും സങ്കേത ഭവനവും ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ആരാധനയ്ക്കിടയിൽ ഒരു കുഞ്ഞു ശബ്ദം കേട്ടപ്പോൾ നമുക്ക് അരോചകം തോന്നി. അപ്പം നമ്മുടെ കാര്യം ഓർക്കാൻ വേണ്ടിയാണ്. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എത്രയോ ശല്യം ആർക്കെല്ലാം ഉണ്ടാക്കി കാണും, എത്ര പേര് ഉറക്കം കെടുത്തി കാണും ഇല്ലേ? അത് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ശല്യം ഉണ്ടാക്കുന്ന കാണുമ്പോൾ അവിടെ അപശബ്ദങ്ങൾ, അവിടെ കുസൃതികൾ, അവിടെ ബലഹീനതകൾ, അവിടെ ചാബല്യത്തോടുകൂടിയ പെരുമാറ്റങ്ങൾ എത്രയോ പേരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു, എത്രയോ പേർക്ക് അസൗകര്യം വരുത്തിയിരിക്കുന്നു, എത്രയോ പഠിക്കുന്ന പിള്ളേർക്ക് പഠിത്തത്തിന് ശല്യം വരുത്തി എന്തെല്ലാം നാശനഷ്ടങ്ങളും വരുത്തിയിട്ടായി പരുവത്തിലെത്തിയിരിക്കുന്നത്. നമ്മളെ സഹിച്ചവർക്ക് വേണ്ടി ഇന്ന് കുർബാന ചെല്ലുന്നു. എന്താ, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നമുക്ക് അശ്രദ്ധ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ആർക്കെല്ലാം അശ്രദ്ധ വരുത്തുമെന്ന് വിചാരിച്ചാൽ കുടിശ്ശിക തീർത്ത് അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താം അല്ലേ? ഞാൻ വലിയ കുശ്രുതിക്കാരനായിരുന്നു. എൻ്റെ അപ്പനും അമ്മേനോട് പറഞ്ഞു, ഒത്തിരി പുസ്തകം കീറിയിട്ടുണ്ട്, ഒത്തിരി വാഴ വെട്ടിയിട്ടുണ്ട്, ഒത്തിരി ശല്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുശേഷം ഇപ്പം നിങ്ങളിത് പറയുന്നു. അപ്പോൾ അത് എന്നെ സഹിച്ചവരെ വന്ന് കുർബാനയെല്ലാം പോവുക.
അതെന്നെ ഓർമ്മിച്ച ഒരു കൊച്ചിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ്. വേദോസം വായിച്ചാണെങ്കിലും വിഷമം തോന്നിക്കാണും, ഇതാരും ശ്രദ്ധിക്കുന്നില്ല, കൊച്ചിൻ്റെ ശല്യമാണെന്ന്. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ശല്യം ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം ഓർത്ത് സഹിക്കുവാനും വഹിക്കുവാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ആരാധന മധ്യത്തിൽ ആ കുഞ്ഞുങ്ങൾ വളരാനും അവരുടെ ആരാധനയിൽ അവരുടെ ഭാഷയിൽ ആരാധിക്കുവാൻ അനുവദിക്കണം. പക്ഷെങ്കിൽ അത് ആരാധനയ്ക്ക് തടസ്സമാതിരിക്കാൻ വേണ്ടി താഴെ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ട്. അവരെ കളിപ്പിക്കുവാനും അവരെ ആവശ്യം കുസൃതി കാണിക്കാനും വളരാനും ഒക്കെ അവിടെ അവസരം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം ഒരേ സമയത്ത് രണ്ട് കാര്യം നടക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്ക് കുഞ്ഞുങ്ങൾ ശല്യം ഉണ്ടാക്കുന്നത് കണ്ടാൽ അതിൽ വിഷമിക്കാതെ താഴത്തെ നമ്മൾ ആഹാരം ചെയ്യുന്ന സ്ഥലം പിള്ളേർ അവരെ കളിപ്പിക്കാനും കൂടിയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അവിടെ കൊണ്ടുപോയി അവരെ സ്വതന്ത്രമായി വിഹരിക്കുവാനും കളിക്കുവാനും ഓടുവാനും കാറാനും കൂവാനും ഒക്കെ അനുവദിച്ചു. അവരതൊക്കെ ചെയ്യട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ആരാധന സംബന്ധിക്കുക ലൗഡ് സ്പീക്കർ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൗകര്യപ്രദമായി നമ്മുടെ എല്ലാ പ്രായക്കാരെയും എല്ലാ അവസ്ഥക്കാരെയും ഉൾക്കൊള്ളുവാനും അവരെയും വളർത്തുവാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യത്തിൽ അങ്ങനെ പലതരം മനുഷ്യരെ ഉൾക്കൊണ്ട് അവരിലെ ദൈവത്തെ കാണാൻ കഴിയണമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ നമുക്ക് പഠിക്കുന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ സഹിച്ചവരെയും വഹിച്ചവരെയും ഓർത്ത് സ്തുതിക്കുവാനും വാങ്ങിപ്പോയിട്ട് ഈ ഭൂമിയിലെ കൃത്യവിലോപങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമ്മളെ വിട്ടുകൊടുത്തേക്കാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തവർക്ക് മുമ്പോട്ട് വരാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പാവോദനം പ്രാർത്ഥന നടത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെ. യേശു അരുൾ ചെയ്തു, മനുഷ്യപുത്രൻ തന്റെ സകല പരിശുദ്ധ മാലാഖമാരുമായി പ്രതാപത്തോടെ വന്ന് തന്റെ മഹത്വമുള്ള സിംഹാസനത്തിൽ ഇരിക്കും. സകല ജനങ്ങളെയും തന്റെ മുമ്പാകെ അവൻ വിളിച്ചു കൂട്ടും. ഇടയൻ കോലാടുകളിൽ നിന്ന് ചെമ്മരിയാടുകളെ വേർതിരിക്കുന്നത് പോലെ അവരെ തമ്മിൽ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തന്റെ വലത്തുഭാഗത്തും കോലാടുകളെ ഇടത്തു ഭാഗത്തും നിർത്തും. അപ്പോൾ രാജാവ് തന്റെ വലത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ വന്ന് അനുഭവിച്ചു കൊള്ളുകയും. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ നീതിമാന്മാർ അവനോട് ചോദിക്കും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ടിട്ട് ഞങ്ങൾ എപ്പോഴാണ് നിനക്ക് ഭക്ഷണം തന്നത്? ദാഹിക്കുന്നതിനായി കണ്ടിട്ട് എപ്പോഴാണ് നിനക്ക് കുടിക്കാൻ തന്നത്? നിന്നെ പരദേശിയായി കണ്ടിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്ത് എപ്പോഴാണ്? നിന്നെ തടവിലായോ നിന്നെ രോഗിയായോ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുത്ത് വന്നത് എപ്പോഴാണ്? രാജാവ് അവരോട് പറയും, എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. പിന്നെ രാജാവ് തന്റെ അടുത്തുള്ളവരോട് ഇപ്രകാരം പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ട പിശാചിനും അവന്റെ കൂട്ടുകാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. അപ്പോൾ അവർ ഉത്തരമായി പ്രകാരം പറയും, കർത്താവേ, നീ വിശപ്പുള്ളവനോ ദാഹമുള്ളവനോ പരദേശിയോ വസ്ത്രമില്ലാത്തവനോ രോഗിയോ തടവനായി ഞങ്ങളുണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എപ്പോഴാണ്? അതിനുത്തരമായി അവൻ അവരോട് പറയും, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നതെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവർ നിത്യശിഷ്ടയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഇതിലേത് ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്? വലത്തുള്ളവരോട് പറഞ്ഞ ശബ്ദം കേൾക്കണമെങ്കിൽ ഇപ്പോഴേ കണ്ണു തുറന്നു. കണ്ണു തുറക്കണമെങ്കിൽ 8 കൂട്ടം കാര്യങ്ങൾ കൂട്ടണമെന്ന് 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയും. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രിയം, ദൈവസ്നേഹം കൂട്ടിയാൽ കണ്ണു തുറക്കും. നമ്മൾ എന്തൊക്കെ ആർക്കെല്ലാം ചെയ്യണം? മറ്റുള്ളവരിലെ ദൈവത്തെ കണ്ടെത്തുവാൻ, അവരുടെ ആവശ്യം ദൈവത്തിൻ്റെയും നമ്മുടെയും ആവശ്യമായി തോന്നിയിട്ട് അങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ആ ഭാഗ്യശബ്ദം അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പുതിയ തീരുമാനമെടുക്കുകയാണ്. നമ്മുടെ വാങ്ങിപ്പോയി അവിടെ പോയി കരയുക, ഞങ്ങൾക്ക് ഒത്തില്ല മക്കളെ, നിങ്ങളെങ്കിലും കണ്ണു തുറന്നു പോവാ, നിങ്ങളെങ്കിലും വെള്ളം കിട്ടുന്ന വഴി നോക്ക്. നിങ്ങളുടെ പ്രാണൻ മുഴുവൻ യേശുവിലായിട്ട് ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളൂടെ ഒന്ന് വന്ന് ജീവിച്ച് ഞങ്ങളുടെ കുറവ് ജീവിക്കാൻ നിങ്ങളുടെ ശരീരക്ക് വാടകയ്ക്ക് തരാമോ എന്ന് ചോദിക്കുന്ന അനേകരുണ്ട്. പിന്നെ മാതാപിതാക്കൾക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അവർ അവകാശമുള്ളവരായതുകൊണ്ട് ഞങ്ങളൂടെ അങ്ങ് താമസിക്കാമെന്ന് പറയും. എന്താ അപ്പോൾ മാതാപിതാക്കളെ താമസിച്ചിട്ട് പിന്നെ മിച്ചം മുറി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വാടകയ്ക്ക് കൊടുക്കാൻ
എത്രയും വേഗം പ്രാണൻ 100 എത്രയും വേഗം പന്തിക്കോസി 100 സർവ്വമുടക്കികൾക്കെല്ലാം പകരം കൂടെ എത്രയും വേഗം നിങ്ങൾ സൽഗുണപൂർണരാകാമെങ്കിൽ ആത്മലോകത്ത് ദുഃഖിക്കുന്ന അനേകരെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ ഭവനമായി സങ്കേത ഭവനം പോലെ നമുക്ക് അനേകർക്ക് സങ്കേതം കൊടുക്കുന്ന ഭവനമാകാൻ സാധിക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ കുർബാന. അത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കണ്ടെങ്കിലേ അവരുടെ ഉള്ളിലെ യേശുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിൽ ജ്വലിച്ചു നിന്ന എലിസബത്ത് തൻ്റെ ഉള്ളത്തിലെ കുഞ്ഞ് ആത്മാവിൽ തുള്ളിച്ചാടുന്ന കണ്ടു. ആ ആത്മാവിൻ്റെ പ്രകാശനത്തിലും ജ്വലിക്കലിലുമാണ് മറിയാമിൻ്റെ ഉള്ളിലെ യേശു കുഞ്ഞിനെ എലിസബത്തിനും യോഹന്നാനും തിരിച്ചറിയാൻ സാധിച്ചു. ഈ ആരാധന സ്ഥലത്ത് നിങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ ഉള്ളിലെ യേശുവിനെ കാണാൻ സാധിക്കും. മാമോദിസയായി നിൽക്കുന്നവരല്ല, മാമോദിസയിൽ യേശു ജനിച്ചതാണ്. അപ്പോൾ യേശുവിന് വേണ്ടി മാറ്റപ്പെട്ടവരും യേശു ജനിക്കുന്നവരും യേശു വളരുന്നവരുമാണ് നമ്മളെങ്കിലും നമ്മുടേതായ ബലഹീനതകൾ, ചാബല്യങ്ങൾ, രോഗങ്ങൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകളൊക്കെ നമ്മൾ കാണിക്കും. നമ്മൾ അപക്വതയുള്ളവരാണ്. അതുകൊണ്ട് ആ അപക്വതയുടെ പുറയിൽ യേശു വളരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാമെങ്കിൽ അത് ഓർത്ത് നമുക്ക് സഹിക്കുവാനും വഹിക്കുവാനും സാധിക്കും. നമ്മൾ പലപ്പോഴും പലരുടെ കുറവുകൾ കണ്ടിട്ട് അത് കൊട്ടിഘോഷിച്ച് അവരെ അപമാനിച്ചപ്പോൾ ആരെയാണ് അപമാനിച്ചത്? യേശുവിനെയാണ്. അപ്പോൾ നമ്മളെല്ലാം കുറവുള്ളവരാണ്. പണി പൂർത്തിയാകാത്ത ഒരു വീടിൽ എന്തെല്ലാം കുറവുണ്ട്, പണി പൂർത്തിയാകാത്ത ഒരു സാധനത്തിൽ എന്തുമാത്രം കുറവുണ്ട്. പക്ഷെ ആ കുറവ് പണിപ്പുരയിലെ പണി കഴിഞ്ഞേ മാറുകയുള്ളൂ. അത് ആ പണി കഴിയുമ്പോൾ നന്നായിക്കോളൂ എന്നുള്ള വിചാരത്തിൽ നമ്മളെ സഹിച്ച് വഹിച്ചാണ് പണിക്കുറവുള്ള സാധനങ്ങളെയും വ്യക്തികളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരാശുപത്രിയിലേക്ക് വരുന്ന രോഗികളെ ആ ആശുപത്രി സ്വീകരിക്കുന്നത് അവരുടെ ബലഹീനതകളോടുകൂടിയാണ്. രോഗലക്ഷണങ്ങളെല്ലാം അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. പനിയുള്ളവർ ചുമച്ചുകൊണ്ടിരിക്കും, ഛർദ്ദിലുകാർ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും, ഒഴിയുന്നവർ ഒഴിഞ്ഞുകൊണ്ടിരിക്കും. അവരെ കോരി എടുത്തുകൊണ്ട് പോയി അങ്ങ് ശരിപിടിക്കുക ഇല്ലേ? ഇതുപോലെ മറ്റുള്ളവരുടെ ബലഹീനതകളെയും രോഗങ്ങളെയും അസ്വസ്ഥതകളെയും അത് യേശുവിൻ്റെ പ്രശ്നമായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതോ അവരുടേതായിട്ടാണ് വിചാരിച്ചത്? അതിന് ക്ഷമ ചോദിക്കണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മളെ എല്ലാം കാണാൻ പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാത്തിനെയും സൃഷ്ടിപരമായി അനുഗ്രഹകരമായി കാണാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അന്ധത കൊണ്ട്, അശുദ്ധി കൊണ്ട്, ശാപം കൊണ്ട്, മുൻവിധി കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്, മിഥ്യാബോധം കൊണ്ട് യേശുവിനെ കാണാതെ വെറുത്ത് അനേകരെ നമ്മൾ താറടിച്ചിട്ടുണ്ടെങ്കിൽ, അവരെക്കുറിച്ച് അപകീർത്തി എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് യേശുവിനോട് ചെയ്തതാണ്. എത്രയും വേഗം ക്ഷമ ചോദിച്ചു. പരിശുദ്ധാത്മാവെ ക്ഷമിക്കണം, ഞങ്ങൾ മറ്റുള്ളവരിലെ യേശുവിനെ ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. മാതാപിതാക്കളിലോ, കുഞ്ഞുങ്ങളിലോ, രോഗികളിലോ, ക്ഷീണിതരിലോ, ദരിദ്രരിലോ, യാചകരിലോ നിന്നെ കാണാൻ കഴിയാതെ ഞങ്ങളവരെ അപമാനിച്ചിട്ടുണ്ട്. അത് നിന്നോടാണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ന്യായവിധി വരെ വെച്ചേക്കുന്നില്ല, ഞങ്ങളെ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ക്ഷമ ചോദിക്കാം. സഹോദരി ഞങ്ങളെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിച്ചു വിടുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശുദ്ധമായി സ്തുതി യാതൊരു സമയത്തിൻ്റെ കണ്ണീമനോടൊന്നേക്ക് ഉണ്ടായിരിക്കുകയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, സഭാ ജീവിതത്തിൽ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പണിപ്പുരയിലായിരിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്നുള്ളത് ഒരതിശയകരമായ കാര്യമൊന്നുമല്ല, സ്വാഭാവികമായൊരു കാര്യമാണ്. പക്ഷെ നമുക്കതിനെ ആ കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയതായ ദർശനം നമ്മളെല്ലാവരും ഒരു പണിപ്പരയിലാണ്. പണിപ്പരയുടെ പ്രത്യേകത എന്താണ്? അവിടെ കുറവുള്ള സാധനമേ കാണുള്ളൂ. നമ്മളൊരു വർക്ക്ഷോപ്പിലാണ്. അപകടത്തിൽ തകർന്നു പോയ ഒരു വണ്ടി നന്നാക്കാനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിയുടെ വരവ് അങ്ങനെ ഇരിക്കും. ചളുങ്ങി പൊടിഞ്ഞ് തകർന്ന് ഉപയോഗശൂന്യമായിരിക്കുന്ന ഒരു വണ്ടി വലിച്ചു കയറ്റി അവിടെ കൊണ്ടിട്ടിരിക്കുക. കണ്ടാൽ ഒരു ഭംഗിയില്ല, ഒരു ഉപയോഗമില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലേ അത് വീണ്ടും നല്ലൊരു വണ്ടിയാവുള്ളൂ. പക്ഷേ അത് നല്ല വണ്ടിയാക്കാമെന്നുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് അതിൻ്റെ ഉടയക്കാരൻ അത് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടോ? നമ്മളെല്ലാവരും അപകടത്തിൽപ്പെട്ട വികൃതരായവരാണോ? ആ കാര്യം നമുക്കറിയാവോ? ഏതായിരുന്നു അപകടമെന്നറിയാവോ? ആദാമും ഹവ്വായും കൂടെ ഏദൻ തോട്ടത്തിൽ കൂടെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ പാപക്കുഴിയിലോട്ട് വീണു. ആദാമും ഹവ്വായുടെയും ജീവവണ്ടികൾ പാപക്കുഴിയിലേക്ക് വീണിട്ടുണ്ട്. ആ പാപക്കുഴിയിലേക്ക് വീണപ്പോൾ മനുഷ്യജാതി മുഴുവനും ആ വണ്ടിയിലുണ്ടായിരുന്നു. അതിൻ്റെ കെടുതികൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടോ? ആദാമിൻ്റെ ഹവ്വയുടെയും ജീവവണ്ടികൾ ദൈവത്തിൻ്റെ പാളത്തിലൂടെ അങ്ങനെ ഓടുകയായിരുന്നു. പക്ഷേ പാളം തെറ്റിപ്പോയി. പാളം തെറ്റിയാൽ കുഴിയിലോട്ട് അവന് വീഴുന്നു.
ആ കുഴിയിലോട്ട് വീണപ്പോൾ നമ്മളെല്ലാം അകത്തുണ്ടായിരുന്നു. അപ്പം മാതാവിൻ്റെ അവയുടെയും കടിപ്രദേശത്ത് നമ്മുടെ എല്ലാവരുടെയും ദേഹി ഉണ്ടായിരുന്നു. അപകടം നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്, പക്ഷെ ഒരുപോലെ അല്ലെന്ന് മാത്രം. ഒരു അപകടം പറ്റുമ്പോൾ ചിലർ മരിക്കുന്നു, ചിലരുടെ കൈയൊടിയുന്നു, ചിലരുടെ കാലൊടിയുന്നു, ചിലരുടെ ഭാര്യയിലൊടിയുന്നു, ചിലരുടെ നടുവൊടിയുന്നു, ചിലർ മരിക്കുന്നു. ഇനി പലതരത്തിലാണ്, എല്ലാവരും ഒരുപോലെയല്ല. എന്നാൽ ഭാഗ്യവശാൽ ചിലർക്ക് വളരെ കുറച്ച് അപകടമേ പറ്റുന്നുള്ളൂ. വലിയ അപകടമാണെങ്കിലും ചില പിള്ളേർ അത് തെറിച്ചങ്ങ് പോകും, അവർക്കൊന്നും പറ്റുന്നില്ല. അവർ പോയി ഒരു എവിടെയെങ്കിലും കച്ചിപ്പുറത്തോ പുല്ലുംപുറത്തോ എന്ന് വീണിട്ട് അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് തൊലി പോയതേ ഉള്ളൂ ചിലർ. എന്താ ഇങ്ങനെ ഒരു അപകടത്തിൽ പലർക്ക് പല വിധത്തിലാണ് അപകടങ്ങൾ സംഭവിക്കുന്ന, ഒരുപോലെയല്ല. ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നവർ അന്നേരം അങ്ങ് ചാവുക. മുറിഞ്ഞവരും ചതഞ്ഞവരും പല വിധത്തിൽ വികൃതരായവരും തലയോട്ടി തെറിച്ചവരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇനത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ ചത്തതിനെ മോർച്ചറിയിലോട്ടങ്ങ് മാറ്റും, ചൊവ്വാക്കാവുന്നതിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാക്കുന്നു, ഓരോന്നിനെ ഓരോ വാർഡിലാക്കി ഓരോ തരത്തിൽ ചികിത്സ ചെയ്യുകയാണ്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. ആദാമിൻ്റെ അവയുടെ ഉള്ളിൽ വെച്ച് നമ്മളെല്ലാവരും അപകടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പൂർവ്വശാപം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശതമാനം ഒരേ നിലവാരത്തിലല്ല. നിങ്ങളുടെ ഉൾപ്പെടിയിൽ പൂർവ്വശാപം എത്ര ശതമാനം എഴുതി തന്നിരിക്കുന്നു? 100% നിലവാരം ഒരുപോലെയല്ല. അതുകൊണ്ട് ആ അപകടത്തിൽപ്പെട്ടവർക്ക് ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറയാൻ പറ്റിയ തരത്തിൽ ഏറ്റവും കുറച്ച് അപകടം പറ്റിയവരൊക്കെയാണ് പ്രവാചകരൊക്കെയായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ദൈവത്തെ അറിയാനും അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ സാധിക്കും. അപകടത്തിൽപ്പെട്ട് വലിയ കുഴപ്പമില്ലാത്തവരായിരിക്കും അവിടുത്തെ ഫസ്റ്റ് എയ്ഡൊക്കെ നടത്തുന്നത്. എന്താ, അവർക്ക് ബോധമുണ്ട്, അവർക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. അവരാണ് മറ്റുള്ളവരെ വിളിച്ചു വരുത്തി കാറി കൂവി വെള്ളം വെച്ച് നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇവരും കൂടെ സഹായിക്കുക. അതൊരു ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ഇങ്ങനെ എല്ലാ അപകട മേഖലകളിലും ഒരുപോലെയല്ല എല്ലാവർക്കും അപകടം പറ്റിയിരിക്കുന്നത്. ഒരു ബോംബ് വീണാൽ തന്നെയും അതിന് നശീകരണ പ്രവർത്തനങ്ങൾ ഒരുപോലെയല്ല എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടോ? ബോംബ് വീഴുന്നിടത്ത് അവിടെ അങ്ങ് തകരും, അങ്ങ് കുഴിയും. പിന്നെ അതിൻ്റെ നശീകരണ ശക്തി ഇങ്ങനെ വില്ല് പോലെ കുത്തി പോകുന്നതാണ്. ഇങ്ങനെ കുത്തിയാണ് പോകുന്നത്. അപ്പോൾ ആ വില്ലിനകത്ത് കിടക്കുന്ന കുഴപ്പമില്ല, പിന്നെ ചെന്ന് കുത്തുന്നിടത്താണ് കുഴപ്പം. അതുകൊണ്ടാണ് ബോംബ് വീഴുന്നിടത്ത് കമന്ന് കിടക്കാമെന്ന് ചിലപ്പം അപകടം പറ്റാതിരിക്കുമെന്ന് പറയുന്നത്. ഈ ബോംബിൻ്റെ ശക്തി നമ്മുടെ മുകളിൽ കൂടെ കവച്ച് വെച്ചങ്ങ് പോകുള്ളൂ. ഇതെല്ലായിടത്തും കൂടെ ഒരുപാടല്ല നാശം വരുന്നത്. ബോംബിൻ്റെ ശക്തി ഒരിടത്ത് വീണിട്ട് അതിങ്ങനെ വെല്ലുപോലെ ആണ് പോകുന്നതെന്നാണ് പറയുന്നത്. കുതിച്ച് പോവുക, ഇടയിൽ ഇടമുണ്ട്. അപ്പോൾ ബോംബ് വീണാലും എല്ലായിടത്തും ഒരുപോലെയല്ല നശീകരണം. ഇത് എവിടെ ചെന്ന് കുത്തുന്നു അവിടമാണ് കുത്തുന്നത്. അതുകൊണ്ട് ബോംബ് വീഴുന്നിടത്ത് കമന്ന് കിടക്കാവും ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിന് മുകളിൽ കൂടെ മറ്റേ ശക്തി അങ്ങ് പൊക്കോളും. ഇതുപോലെ ബോംബ് വീണാലും അപകടം സംഭവിച്ചാലും ഒരുപോലെയല്ല എല്ലാവർക്കും അപകടങ്ങൾ സംഭവിക്കുന്നുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് ഏതെന്തോട്ടം മുതൽ ബോംബും വീഴുന്നുണ്ട്, അപകടവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കെടുതികൾ അനുഭവിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിങ്ങോട്ട് പറന്നു വീഴുന്നത്. പറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ ആദാമിൻ്റെ ആദ്യം മുതലുള്ളതായ പൂർവ്വശാപങ്ങളും വീട്ടിൻ്റെ ശാപങ്ങളും പലതരം പാപശാപങ്ങളുടെ കെടുതികൾ അനുഭവിച്ചുകൊണ്ട് ഗർഭം മുതലേ മുറിഞ്ഞും ചതഞ്ഞും ഒക്കെ ഇങ്ങോട്ട് വരുന്നത്. എല്ലാം ഒരുപോലെയല്ല. അവരോടെല്ലാം നമുക്ക് സഹതാപം വേണം. ഏറ്റവും അധികം മുറിവേറ്റവർ വളരെ വികൃതരായിരിക്കും. അവരുടെ സ്വഭാവങ്ങൾ ഒത്തിരി വൈകല്യങ്ങൾ കാണും. അതെല്ലാം രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആരാണെങ്കിലും ആ പരുവത്തിൽ കിടന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മുടെയും കൂടെ പ്രശ്നമായി കണ്ട് അതിനെ സഹതാപത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരെ വെറുത്തു പോകാനും തള്ളിക്കളയാനും സാധ്യതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തനിക്കുണ്ടായിരുന്ന മുൻവിധികളും തെറ്റിദ്ധാരണകളും കൊണ്ട് യേശുവിൻ്റെ ശിഷ്യരെയും ഒത്തിരി കൊല്ലേണ്ടി വന്നു, ഒത്തിരി പേരെ ഉപദ്രവിക്കേണ്ടി വന്നു. തനിക്കൊരു വെളിപ്പാട് ലഭിച്ചപ്പോഴാണ് തനിക്ക് കുറ്റബോധം വന്നു. അയ്യോ, ഞാൻ ചെയ്ത് തെറ്റിപ്പോയല്ലോ. ആ പൗലോസ് വലിയ കുറ്റബോധത്തോടുകൂടെ അറേബ്യയിൽ പോയി തപസ് ചെയ്ത് താൻ മുഖാന്തരം ആർക്കെല്ലാം മുറിവേറ്റു, ആരെയെല്ലാം ഞാൻ തല്ലിച്ചതച്ചു, ആരെയെല്ലാം ഞാൻ കൊന്നു, ആരെയെല്ലാം ഞാൻ അപമാനിച്ചു, അതിനെല്ലാം പരിഹാരം വരുത്തുവാൻ വേണ്ടി താൻ അറേബ്യയിൽ പോയി തപസ് ചെയ്ത് ആത്മാവിൽ അവർക്കോടെല്ലാം ക്ഷമ ചോദിച്ച് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് തൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി മാറ്റിവെച്ചു. പോയ സ്ഥലങ്ങളിലെല്ലാം താൻ അനേക കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് അതിൻ്റെ കുടിശ്ശിക തീർത്ത് അനേകരെ നേടാൻ താൻ ഇടയാക്കിയത് ആ ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ട് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെടുതികൾ പല വിധത്തിലാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല. അതിലേറ്റവും അധികം കെടുതികൾ അനുഭവിക്കുന്നവർ അവർ ഒത്തിരി സമയം കൊണ്ടേ റിക്കവറി ആകാനും വർഷങ്ങൾ ചിലപ്പോൾ ആശുപത്രി കിടക്കേണ്ടി വരും. അപകടത്തിൽപ്പെട്ടവർ അതിനെ ആശുപത്രിക്കും അടുപ്പില്ല,
ബന്ധുക്കാർക്കും അടുപ്പില്ല, രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയതായ ഒരു വെളിപ്പാട്, നമ്മളൊരു പണിപ്പുരയിലാണ്, ആ പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതായ പണി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. എഫേസ്യ 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ അവൻ കെട്ടിടം മുഴുവനും കൂട്ടി ഇണക്കപ്പെടുകയും കർത്താവ് വിശുദ്ധ ആലയമായി വളരുകയും ചെയ്യുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ പണിതു വരുന്നത് വർത്തമാനകാല ക്രിയയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ പണി തുടങ്ങിയതും പണിതുകൊണ്ടിരിക്കുന്നതും പണി പൂർത്തിയാകാത്തതുമായ ഒരു പണിപ്പുരയാണ് നമ്മൾ, ഒരു വീടാണ്, ഒരു ജീവവണ്ടിയാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ എല്ലാവരെയും കാണാമെങ്കിൽ അതെല്ലാം നമ്മുടെയും കർത്താവിൻ്റെയും പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പ്രശ്നം കർത്താവിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ രോഗം കർത്താവിൻ്റെ രോഗമാണ്, നമ്മുടെ ഇല്ലായ്മ കർത്താവിൻ്റെ ഇല്ലായ്മയാണ്. കർത്താവ് നമ്മളെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു പോയി. നമ്മളെ മാമോദിസാമുക്കി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി പോയി. ഇനി കളയുകയില്ല. നമ്മളെ നന്മാക്കി ചൊവ്വാക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉൾക്കാഴ്ച നമുക്ക് കാണണം. അതുകൊണ്ട് വളരെ വൃത്തികെട്ട സ്വഭാവമുള്ളവരെ കാണുമ്പം അപകടത്തിൽ കൂടുതൽ മുറിവേറ്റുന്നതിന് വിചാരിച്ചാൽ മതി. എന്താ, ഈ മുഖം മുഴുവനും വികൃതമായി, പല്ലെല്ലാം പോയി, മൂക്കും പോയി, കണ്ണും പോയി, ഇഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ട വല്ല ഭംഗിയുണ്ടോ? ആ മുഖത്തിനിട്ടാണ് എവിടെ നിന്ന് ഇടിച്ചത്, അവിടെ എങ്ങനെ ആയിപ്പോയി. പിന്നെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തി റിപ്പയർ ചെയ്ത് വരാൻ നാളെ ഒത്തിരി എടുക്കും. ആ കാര്യം ഒരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ആരുടെ വികൃതമായ സ്വഭാവം കണ്ടാലും അപകടത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷതം പറ്റിയ ഒരാളാണെന്ന് വിചാരിച്ച സഹതാപാണ് കൂടുന്നത്, അല്ല വെറുപ്പല്ല ഉണ്ടാകുന്നത്. ഇനി പലതരം അപകടങ്ങളുണ്ട്. ഇല എന്ന് മുള്ള വീണാലും മുള്ളു എന്ന ഇല വീണാലും കുഴപ്പമാർക്കാം, ഇലയ്ക്ക. ഇലയെ പോലെ വളരെ വേഗം മുറിവേൽക്കുന്നവരുണ്ട്. മുള്ളിന് ഒരു കുഴപ്പമില്ല. മുള്ളു എന്ന് എവിടെ വീണാലും അതങ്ങനെ കൂർത്ത് തന്നെ ഇരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഗർഭം മുതലേ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മുള്ളു കൊണ്ട് മുറിഞ്ഞ അനേകരുണ്ട്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. അതുകൊണ്ട് നിസ്സഹായ അവസ്ഥയിലാണ് ഈ ഇല. ആ ഇലയിലോട്ട് മുള്ളു വന്ന് വീണാൽ കൊള്ളുകല്ലാതെ നിവൃത്തിയില്ല, മാറാൻ നിൽക്കുമോ? മുറിഞ്ഞു കിടക്കാന്നേ നിവൃത്തിയുള്ളൂ. ഇതുപോലെ കുടുംബ സാഹചര്യങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ ശാപത്തിൻ്റെ മുള്ളുകൾ അപ്പനിൽ കൂടെയും അമ്മയിൽ കൂടെയും മക്കളിലൂടെയും ഭാര്യയിൽ കൂടെയും ഭർത്താവിൽ കൂടെയും അയൽവക്കംകാരിൽ കൂടെയും ഒക്കെയും വന്ന് വീഴാം. ഒഴിഞ്ഞു മാറാൻ നിവൃത്തിയില്ല. കൊള്ളുകയെ നിവൃത്തിയുള്ളൂ, കൊണ്ടു നടക്കുകയെ നിവൃത്തിയുള്ളൂ. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള പലതരത്തിൽ മുറിവും ചതവും ഒക്കെ ആയിട്ട് വരുന്ന അനേകരെ നമ്മൾ വഹിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. ഇവരെല്ലാം റിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. കർത്താവിൻ്റെ ദീർഘക്ഷമ നോക്കിക്കേ. മുറിഞ്ഞതും ചതഞ്ഞതും കൊള്ളുകയില്ലാത്തതുമായ നമുക്ക് ഒരു ജീവിതം തരാൻ വേണ്ടി ആ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഞാൻ കെട്ടിക്കോളാം, ചൊവ്വായിട്ട് കെട്ടുകൊള്ളുന്നു മാത്രം. അത്രയ്ക്ക് ദീർഘക്ഷമയുള്ള ആളിനെ പോലെ നമുക്കുള്ള ദീർഘക്ഷമ വേണ്ടേ? ആ ദീർഘക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണ്, ഫലമാണ്. അപ്പോൾ ആ ദീർഘക്ഷമ ആർജിച്ചിട്ട് മറ്റുള്ളവരുടെ ബലഹീനതകളും കുറവുകളും വഹിച്ച യേശുവിനോടൊപ്പം നമ്മളും അനേകരെ നേടി എല്ലാവരും കൂടെ ഒന്നിച്ച് കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലാണെങ്കിൽ സങ്കേതഭവനം മണവാട്ടി സഭയെ വളർത്തിയെടുക്കുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്, ഒരു ആശുപത്രിയാണ്, ഒരു വർക്ക്ഷോപ്പാണ്. ജീവവണ്ടിയുടെ കേട് തീർക്കുക, നമ്മുടെ മുറിവുകളും ചതവുകളും ഒടികളും നന്നാക്കുക. എല്ലാവർക്കും ഒരുപോലെ ഒരേ സമയത്ത് സൗഖ്യം കിട്ടണമെന്നില്ല. അതിന് സമയമെടുക്കും, കാലമെടുക്കും. കാലത്തെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതിന് ദീർഘക്ഷമയുടെ ആത്മാവിൽ എത്ര നാൾ വേണേലും ഞാൻ ക്ഷമിച്ചോളാം, സഹിച്ചോളാം, കർത്താവേ നീ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് കരുണയാചിക്കാനൊക്കെ. അങ്ങനെയാണ് പരിശുദ്ധ മാതാവ് ദൈവാത്മാവിൽ യോഹന്നാസ്നാവിൻ്റെ വീട്ടിൽ 3 മാസം താമസിച്ചത് എന്തിനാണ്? സംശയരോഗം ഉണ്ടായ യോസേപ്പിനെ നേടാൻ വേണ്ടിയാണ്. സംശയരോഗത്തെ ചീമുഞ്ഞിയായിട്ട് നടക്കുന്ന ആളിനെ നേടണം. ആ ആളിന് വെളിപ്പാട് കിട്ടണമെങ്കിൽ 3 മാസം മാറി എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്നതുകൊണ്ടാണ് യോസേപ്പിന് വെളിപ്പാട് കിട്ടി. യോസേപ്പ് യേശുവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷകനായി മാറിയത്. ഇതുപോലെ അനേകരുടെ ചീമുഞ്ഞികൾ മാറ്റണമെങ്കിൽ, അനേകരുടെ വേദനയും സങ്കടവും ദുഃഖം മാറ്റണമെങ്കിൽ നമ്മൾ ദീർഘമായ കാത്തിരിപ്പുകളും കൂട്ടായ്മകളും ആരാധനയും നടത്തേണ്ടി വരും. അതിന് പരിശുദ്ധാത്മാവിന് ദീർഘക്ഷമ വേണ്ടി വരും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാതാവിനോടുള്ള ധൂപപ്രാർത്ഥനയ്ക്കിടയിൽ മാതാവിനെയും എലിസബത്തിനെയും പ്രവാചകന്മാരെയൊക്കെ അവർക്ക് ഈ ഭൂമിയിലേക്ക് ഏറ്റവും അപകടം, ഈ അപകടത്തിൽ ഏറ്റവും അധികം മുറിവും ചതവും സംഭവിച്ചതാണ് കന്യാമറിയാമാണ് ബെസ്റ്റ്. കന്യാമറിയാമിന് ഈ അപകടത്തിനകത്ത് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല, അതുപോലെ അങ്ങ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ ആളിനെ തന്നെ യേശുവിന് അവതാരം എടുക്കാനുള്ള ഒരു കന്യകയായിട്ട് മാറ്റി. അപ്പോൾ അത് ഒരു ഭാഗ്യം. അങ്ങനെ ഒരു കന്യക കിട്ടിയതുകൊണ്ടാണ് കർത്താവിന് വരാനെത്തത്. അങ്ങനെ പ്രവാചകന്മാരും
മാതാവും വിശുദ്ധന്മാരും ഇവരെല്ലാം ഈ അപകടത്തിൽ ഏറ്റവും കുറച്ച് അപകടം പറ്റിയവരും അവർ ഫസ്റ്റ് എയ്ഡ് നടത്തി അനേകരെ ശുശ്രൂഷിക്കുന്നവരുമായി അവരിപ്പോൾ ഇവിടെ വന്നിരിക്കുക, ടീമായിട്ട് വന്നിട്ടുണ്ട്. മാതാവും എലിസബത്തും യോസേഫും അനേകരും ഈ പൊളിതോ പ്രാർത്ഥനയുടെ അടുത്ത് കടന്നു പോകാൻ പോവുകയാണ്. നിങ്ങളുടെ പണി പൂർത്തീകരിപ്പാൻ അവരുടെ കൃപകളും കൃപാവരങ്ങളും ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും കൂടെ പരേഡ് നടത്തുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാ വാർഡിൽ കൂടെ എല്ലാവരുടെ അടുത്തൂടെ കടന്നു പോവുക. അപ്പോൾ അവരെ എല്ലാം കാര്യങ്ങൾ കുറിച്ചെടുത്ത് കുറിപ്പടി കൊടുത്ത് അവരെ ചികിത്സിച്ച് ഓപ്പറേഷൻ വേണ്ടിവരെ അങ്ങനെ ഞാൻ തിരിച്ച് എന്ന് പറഞ്ഞ പോലെ ആരാധനയിൽ നമുക്ക് മുമ്പേ ഈ പണിപ്പുരയിൽ പണി പൂർത്തീകരിച്ച് അനേകരെ സൂക്ഷിക്കാൻ തയ്യാറുള്ളവരെല്ലാം ഒരു ടീമായിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് പോലെ നമ്മുടെ അടുത്ത് വരാൻ പോവുക. അത് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. എഴുന്നേറ്റ് നിന്ന് അവിടെ സേവനങ്ങൾ ഏറ്റുവാങ്ങാം.